തെലങ്കാനയിൽ വീണ്ടും ഷോക്കേറ്റ് അപകടം. ഗണേശ വിഗ്രഹം കൊണ്ടുവരുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത്. 3 പേർക്ക് പരിക്കേറ്റു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, പരിക്കേറ്റവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? അപകടമുണ്ടായത് എങ്ങനെയാണ്? മാധു, ഗണേശ ചതുർത്ഥിക്ക് വെക്കേണ്ട ആ വലിയ പടുകൂറ്റൻ ഗണപതി വിഗ്രഹം കൊണ്ടുവരികയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ചന്ദ്രയാനക്കുട്ട, ഓൾഡ് ഹൈദരാബാദിലെ ചന്ദ്രയാനക്കുട്ടയിലാണ് ഈ അപകടം. ഇന്നലെ വൈകിട്ടാണ് ഈ ഗണേശ വിഗ്രഹം വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്നത്. അത് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി കൊണ്ടുവരുമ്പോൾ ഇത് മുകളിലൂടെ പോയ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടമുണ്ടായത്. 3 പേർക്ക് ഷോക്കേറ്റു. അവർ താഴെ വീഴുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സമാന രീതിയിൽ രണ്ടാമത്തെ അപകടമാണ് തെലങ്കാനയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ രഥം ഹൈടെൻഷൻ ലൈനിൽ തട്ടി 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 10ഓളം ആളുകൾക്ക് ഷോക്കേൽക്കുകയും അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ ആവർത്തിക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഇപ്പോൾ ഗണേശ ചതുർത്ഥി വരുന്നു, ജന്മാഷ്ടമി വരുന്നു. ഇത്തരത്തിലുള്ള നിരവധി ഘോഷയാത്രകളുടെ കാലമാണ് ഇനി തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇതിന്റെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിലും ഈ അപകടത്തിലും സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു.